വളരെ കൗതുകകരമായ കാര്യമുണ്ടല്ലോ. കേരളത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഏത് മുന്നണിയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നതുകൂടി നോക്കിയാൽ LDF-നെ പിന്തുണയ്ക്കുന്നവരിൽ കൂടുതൽ സ്ത്രീകളാണ് എന്ന് കാണാം. 41% LDF-നെ പിന്തുണയ്ക്കുന്ന സ്ത്രീകൾ, 37% പുരുഷന്മാർ LDF-നെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഇത് UDF-ലേക്ക് വരുമ്പോൾ 43% സ്ത്രീകൾ UDF-നെ പിന്തുണയ്ക്കുന്നു, 45% പുരുഷന്മാർ UDF-നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് കണക്ക്. BJP-യിലേക്ക് എത്തിയാൽ 13% സ്ത്രീകളെ പിന്തുണയ്ക്കുന്നുള്ളൂ, 15% പുരുഷന്മാരെ BJP അഥവാ NDA പിന്തുണയ്ക്കുന്നുള്ളൂ എന്നുള്ളതാണ് മൈ ആക്സിസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു 3 ഏജൻസികളും നിലവിൽ പുറത്തു വരുന്ന 3 പ്രധാനപ്പെട്ട ഏജൻസികളും അത് ഇതുവരെ ഒരു ഏജൻസിയും തുടർഭരണം പ്രവചിച്ചിട്ടില്ല. 2 ഏജൻസികൾ പോലും അഡ്വാൻറ്റേജ് കേരളത്തിൽ, അതായത് സർവേകൾക്ക് വിരുദ്ധമായി എക്സിറ്റ് പോളുകൾ വരുമ്പോൾ UDF-ന് മുൻതൂക്കം നൽകുന്ന ഫലങ്ങളാണ്, എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. CNN ന്യൂസ് 18 സർവേ ഫലങ്ങൾ പറയുന്നു വീണ്ടും UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. ഒരൊറ്റ എക്സിറ്റ് പോൾ ഫലവും ഇതുവരെ 4 എണ്ണത്തിലും LDF-ന് തുടർഭരണം സാധ്യത പറയുന്നില്ല. കഴിഞ്ഞ തവണയും 4 ഏജൻസികൾ നെറ്റുനക്കാണ് പ്രവചിച്ചതെങ്കിലും കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന 4 ഏജൻസികളും UDF-ന് തുടർഭരണം പറയുന്നു. ക്ഷമിക്കണം, UDF അധികാരത്തിലെത്തും, അട്ടിമറി നേടും എന്ന് പറയുന്നു.